ഹായ് നമസ്കാരം. എന്തരാണല്ലേ ഈ അസ്ലംബുല്ലേപ്പടി. ഞാൻ നിൽക്കുന്നത് നമ്മുടെ ക്യൂൻസ്വേയിലാണ്. ഇവിടെ യുവതികളും യുവാക്കളും അതുകൂടാണ്ട് ഫാമിലിയൊക്കെ വന്ന് നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ആസ്വാദനം പങ്കിടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യവുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാ ചോദ്യം ചോദിക്കാനായിട്ട് നമ്മളൊരാൾ വന്നിട്ടുണ്ട്. എന്താണ് പേര്? സുസാൻ. സ്ഥലം എവിടെ? കന്യാകുമാരി. അതെ, ഇവിടെ ഇങ്ങനെ കറങ്ങാനായിട്ട് വന്നായിരിക്കും അല്ലേ? അതെ. ജോലിയുണ്ട് അല്ലെങ്കിൽ? ഇല്ല, കറങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ 1995 ഇറങ്ങിയ SRK കിങ് ഖാൻ്റെ ഒരു സിനിമയാണ് നമ്മൾ ഇന്നും മുംബൈയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. എന്ന് വെച്ചാൽ ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഇത്രയും വർഷങ്ങളായിട്ടും ഒരു ഷോ നമ്മുടെ മുംബൈയിലെ മറാത്ത മന്ദിർ എന്ന് പറയുന്ന തിയേറ്ററിൽ ഇന്നും ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ മലയാളത്തിൽ അതേപോലെ ഏത് സിനിമയാണ് മലയാളത്തിൽ നിങ്ങൾക്ക് ആസ്വദിച്ച് അതേപോലെ തിയേറ്ററിൽ ഇന്നും കുറേ വർഷങ്ങളോളം ഇങ്ങനെ ഒരു ഷോ ആയിട്ട് കളിക്കാൻ ആഗ്രഹമുള്ള ഒരു മലയാള സിനിമ ഒന്ന് പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആണെങ്കിൽ പറയാം. ഞാൻ മലയാളം മതി. ഈ മോഹൻലാലിന്റെ നരൻ പടമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നരൻ ആണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. താങ്ക് യു. ഓക്കെ. നമ്മൾ അടുത്തതായിട്ട് പുല്ലേപ്പടി ടോക്സിൽ നമ്മളായിട്ട് സംസാരിക്കാൻ വേണ്ടി പേര് സിജിൽ എന്ന അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. 1995 നമ്മുടെ ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ എന്ന് പറയുന്ന SRK കിങ് ഖാന്റെ ഒരു സിനിമ ഇന്നും മറാത്ത മന്ദിർ എന്ന മുംബൈയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ആ സിനിമ ഒരു ഷോ കളിക്കുന്നുണ്ട്. അതുപോലെ മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും അതുപോലെ നീണ്ടുപോകുന്ന ഒരു സിനിമയായിട്ട് നമ്മളൊരു തിയേറ്ററിൽ കളിക്കുകയാണെങ്കിൽ ഏത് സിനിമയായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഗോഡ് ഫാദർ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല സിദ്ദീഖ് സാർ, നമുക്ക് അറിയാവുന്നതാണ് സിദ്ദീഖ് സാറിനെ കുറിച്ചിട്ട്. അതുപോലെ നമ്മളെ ചിരിയുടെ മാലപ്പടക്കം തന്നെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടുണ്ടാക്കിയ ഈ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. 400 ചില്ലറ ദിവസങ്ങളോളം കളിച്ച സിനിമയാണ്. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. താങ്ക് യു. ഹായ് നമസ്കാരം. നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പേരെന്ന് പറയാം. ഇസ്ഹാക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്താണ്. നമുക്ക് ചോദിക്കാം ഇദ്ദേഹത്തോട്. 1995 ഇറങ്ങിയ SRK കിങ് ഖാന്റെ ഒരു സിനിമയാണ് ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ. നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. ഭയങ്കര ആസ്വാദനമായിട്ട് ഇന്നും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മറാത്ത മന്ദിർ എന്ന മുംബൈയിൽ ഇന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ. അതുപോലെ മലയാള സിനിമയിൽ ഏതായിരിക്കും താങ്കൾ ഇഷ്ടപ്പെടുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിലുണ്ട്. അതിൽ ഗോഡ് ഫാദർ നല്ലൊരു സിനിമയാണ്. ചിത്രം നല്ലൊരു സിനിമയാണ്. പിന്നെ റാംജി റാവു സ്പീക്കിംഗ്, മണിച്ചിത്രത്താഴ്, ഇതൊക്കെ നമ്മൾ അതിലെ തേന്മാവിൻ കൊമ്പത്ത്, ഇതൊക്കെ. പക്ഷെ ഗോഡ് ഫാദർ അതിൽ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ. 400 ചില്ലറ ദിവസങ്ങളോളം ഒരു കളിച്ച സിനിമയാണ്. ചിത്രമൊക്കെ അതുപോലെ തന്നെയാണ്. എന്നാലും നമുക്ക് ഒരു സിനിമ നമ്മുടെ ഹൃദയത്തിൽ തട്ടിയ ഒരു സിനിമ ഉണ്ടാവും. അതായിരിക്കും നമ്മൾ ആദ്യമായിട്ട് എവിടെ നോക്കിയാലും നമുക്ക് അതുപോലെ എനിക്കുണ്ട് അങ്ങനെ ഒരു സിനിമ. അതുപോലെ ഏതായിരിക്കും താങ്കൾ കാണുന്നത്? എനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു സിനിമ തനിയാവർത്തനം. സത്യമായിട്ടും അതില് അതുണ്ട് ആ സിനിമയെ. അതിൽ മമ്മൂട്ടിയുടെ അഭിനയം, അദ്ദേഹം ആ ഭ്രാന്ത് എനിക്കുണ്ടോ എന്നുള്ളത്. കാരണം അത് കോമഡി അല്ല, ജീവിതം ഒരു ട്രാജഡിയാണ് എന്നുള്ള ജീവിതത്തിന്റെ ട്രാജഡി ഏറ്റവും മനോഹരമായ രീതിയിൽ ആവിഷ്കരിക്കുന്ന ഒന്നായിരുന്നു അത്. അതെ, മെഗാസ്റ്റാർ മമ്മൂക്കയെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. ഒരു സിനിമയാണ്. അതെ, ലോഹിത് സാറിന്റെ എഴുത്തിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ എത്തിച്ച ഒരു സിനിമയാണത്. താങ്ക് യു. നമസ്കാരം. ഞാൻ അടുത്ത എത്തിയിരിക്കുന്നത് പേരെന്ന് പറയാം. ആദിൽ ലക്ഷ്മി. ഇവർ 3 പേര് ഫ്രണ്ട്സ് ആയിട്ട് ക്യൂൻസ്വേയിൽ ഇങ്ങനെ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇവരോടാണ് ചോദിക്കാൻ പോകുന്നത്. 1995 നമ്മുടെ SRK കിങ് ഖാന്റെ ഒരു സിനിമ ഇന്നും മറാത്ത മന്ദിർ മുംബൈയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോ ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ. ഇത്രയും വർഷമായിട്ടും ആ സിനിമ ഒരു ഷോ അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. നമ്മളിപ്പോൾ 1995 ജനിക്കാത്തവർ പോലും ഇന്ന് ആ സിനിമ കാണുമ്പോൾ ആസ്വദിച്ച് കാണുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ പോലെ മലയാള സിനിമയിൽ ഏതായിരിക്കും താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ? ആദ്യം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയാണ് ഹൃദയം. താങ്ക് യു. ഉസ്താദ് ഹോട്ടൽ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ സിനിമകളൊക്കെ
വളരെയധികം നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പോൾ ഓരോരോ ആൾക്കാർക്കും ബിലാൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയാവും, ഞാനത് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. ബിലാൽ എന്ന് പറഞ്ഞത് ബിഗ് ബി ആണ്. ബിഗ് ബി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പുല്ലേപ്പടി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഒന്ന് പേര് പറയാമോ? കാവ്യ, രേഷ്മ, അമൃത. അപ്പോൾ ഇവര് നമ്മുടെ ക്യൂൻസ്വേയില് ഫ്രണ്ട്സായിട്ട് കാറ്റുകൊള്ളാനുമായിട്ട് ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യൂൻസ്വേ. നമ്മുടെ ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്ത ഹൈബി ഈഡൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, 1995 നമ്മുടെ SRK കിങ് ഖാൻ്റെ സിനിമ ഇറങ്ങിയ ദിൽവാലെ ദുൽഹാനെ ലേ ജായെങ്കെ എന്ന സിനിമ മറാത്ത മന്ദിർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും ആ തിയേറ്ററിൽ ഒരു ഷോ കളിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സിനിമ പോലെ തന്നെ മലയാള സിനിമയിൽ നമ്മൾ കാണുന്ന എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു സിനിമയുണ്ട്, ഞാൻ ആ സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ ഇത്രയും വർഷം കളിക്കണം എന്ന് വിചാരിക്കുന്നത് ആ സിനിമയാണ്. അതുപോലെ നിങ്ങൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, ആ സിനിമ ഇനിയും തിയേറ്ററിൽ തന്നെ ഉണ്ടാവണം, മാറരുത് എന്ന് വെച്ചാൽ ഈ ദിൽവാലെ ദുൽഹാൻ ലേ ജായെങ്കെ പോലെ തന്നെ ഒരു സിനിമ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് സിനിമയാണെന്ന് പറയാമോ? പഴയതായാലും പുതിയതായാലും ഏതായാലും നമുക്കൊരു ആഗ്രഹമുണ്ട്. നമുക്ക് പഴയതൊക്കെ കണ്ടവരാണെങ്കിൽ പഴയലുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പൊ കാണുന്നവരാണെങ്കിൽ ഇപ്പോഴും നമുക്ക് നല്ല സിനിമകളുണ്ട്, എത്രയോ ഉണ്ട്. അപ്പൊ ഏതായിരിക്കും താങ്കളുടെ ഇഷ്ടം? ഓക്കെ, CID മൂസ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞു, നമുക്കൊരു സിനിമ എന്തായാലും ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിൽ തട്ടിയതോ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഏതാണ്? മിസ്റ്റർ മരുമകൻ. മിസ്റ്റർ മരുമകൻ എന്ന് പറഞ്ഞ ദിലീപേട്ടന്റെ സിനിമ അല്ലേ? ഓക്കെ. മണിച്ചിത്രതാഴ് ലാലേട്ടന്റെ സൂപ്പർ സ്റ്റാർ നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു. ഓക്കെ, പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ചോദിക്കാൻ പോകുന്നത്, ആദ്യം പേരൊന്ന് പറയാം. ഷൈബ. അപ്പോൾ ഇവരോട് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം വെച്ചാൽ, നമ്മൾ ഇതുവരെ ചോദിച്ച് എല്ലാവരും ഓരോ സിനിമകളെ കുറിച്ചാണ് പറഞ്ഞത്. SRK കിങ് ഖാനെ അറിയാലോ നമുക്ക് എല്ലാവർക്കും. ഷാറൂഖ് ഖാന്റെ സിനിമ ഇന്നും മറാത്ത മന്ദിർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിനിമ കളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ദിൽവാലെ ദുൽഹാനെ ലേ ജായെങ്കെ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ പോലെ തന്നെ മലയാള സിനിമയിൽ നമ്മുടെ തിയേറ്ററിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ ഇത്രയും കുറേ വർഷങ്ങളോളം കളിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു സിനിമയുണ്ട്. അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് സിനിമയായിരിക്കും? നമുക്ക് പറഞ്ഞ ഏതെങ്കിലും ഒരു സിനിമ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അത് ലാലേട്ടൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആയിരിക്കാം, സുരേഷ് ഏട്ടൻ്റെ ആയിരിക്കാം, ജയറാമേട്ടൻ്റെ ആയിരിക്കാം, ദിലീപേട്ടൻ്റെ ആയിരിക്കാം, ഏതെങ്കിലും ഒരു സിനിമ ആയിരിക്കും. എനിക്കൊരു സിനിമ എന്തായാലും ഉണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ആയിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുടെ ആയിരിക്കാം. പഞ്ചാബി ഹൗസ് ഏറ്റവും നല്ലൊരു സിനിമ തന്നെയാണ്, നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നാൽ താങ്കൾക്കുണ്ടാവും? ബിഗ് ബി പോലുള്ള ആക്ഷൻ പടമൊക്കെ. ഓക്കെ, താങ്ക് യു. പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, 1995 ഒരു സിനിമ ഇറങ്ങുന്ന SRKയുടെ നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ ഒരു സിനിമയാണ്. അത് ഇന്നും മറാത്ത മന്ദിർ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ ബോംബെയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 95 ഇറങ്ങിയതാണ്. ഇന്നും ആ സിനിമ ഒരു ഷോ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാവും. ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ കാണണം ആ സിനിമ. അപ്പോൾ അതേപോലെ നമ്മുടെ മലയാളത്തിൽ ഏത് സിനിമയായിരിക്കും താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ? നമ്മുടെ തിയേറ്ററിൽ ഇന്നും ഒരു കുറേ വർഷങ്ങളോളം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ? ചിത്രം. ലാലേട്ടൻ്റെ ചിത്രം. ഞാനും നമ്മൾ 365 ദിവസം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഒരു ചിത്രമാണ്. അതേപോലെ നല്ലൊരു ചിത്രം തന്നെയാണ് ആ സിനിമ. ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ഒരു സിനിമയാണ്. കൂടി പറയാമോ? അതെ, ഓക്കെ, താങ്ക് യു. ടോക്സിലേക്ക് സ്വാഗതം. പേരൊന്ന് പറയാമോ? രതീഷ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ 1995 SRK അറിയാലോ, കിങ് ഖാൻ നമ്മുടെ ഷാറൂഖ് ഖാന്റെ ഒരു സിനിമ ഇന്നും മറാത്ത മന്ദിർ എന്ന് പറയുന്ന സ്ഥലത്ത് കളിക്കുന്നുണ്ട്. ഇന്നും 1995 ഇറങ്ങിയത്. ദിൽവാലെ ദുൽഹാനെ ലേ ജായെങ്കെ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ പോലെ നമ്മുടെ മലയാള സിനിമയിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു സിനിമ ഉണ്ടാവും. ആ സിനിമ ഏതാണെന്ന് പറയാമോ? ചിത്രം അല്ലേ? അതെ, കൂടുതൽ ആളുകൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ചിത്രം എന്നാണ്. ചിത്രം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആസ്വാദനം തന്നൊരു സിനിമയാണ്. എല്ലാവരും പഴയ കാലത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ത്രസിപ്പിച്ച ഒരു സിനിമ കൂടിയാണ്. ലാലേട്ടൻ്റെ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ ഒരു സിനിമ കൂടിയാണ്. ലാലേട്ടൻ